ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി വേണം. 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം. അപ്പോൾ കപ്പലണ്ടി മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ചേർക്കണം, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാനായിട്ട് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാന്ന് വെച്ചാൽ ഒരുപാടങ്ങ് തരിയാക്കണ്ട, കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ചതച്ചെടുക്കാനായിട്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവൽ വേണം. 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഏത് തരം അവൽ വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം വെള്ളം മുഴുവനും വാർത്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞ ആ വെള്ളം മുഴുവനും മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുറച്ച് കരിവേപ്പിലായാലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടിയുടെ മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തതാണ്, എന്നാൽ പോലും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാഗി മസാലയുടെ ഒരു പാക്കറ്റ് മുഴുവനും ഇടുന്നുണ്ട്. ഒരു 5 രൂപയുടെ മാഗി മസാലയുടെ ഒരു പാക്കറ്റ് മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും ചേർത്താൽ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർക്കാം, ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അവലിൽ നന്നായിട്ട് ഈർപ്പം കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലമാവ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ശരിക്കും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ കടലമാവ് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതിൽ നിന്നും എടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത് റെഡിയാക്കി ഫ്രീസറിൽ വെച്ചാൽ എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം ഓരോന്നും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അവലായ കാരണം കുറച്ച് സമയം പിടിക്കും ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട്. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഇല്ലെങ്കിൽ ഇതിന് പകരം കാഷ്നട്ട് വെച്ചിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്നട്ട് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും ഇത് കൂട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണിത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്ക് ഏതെങ്കിലും ഒരു സോസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ആ കപ്പലണ്ടിയുടെ പീസസ് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്